കേരളം തിരിച്ചടി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. രണ്ട് മുന്നണികളുടെയും ജനപിന്തുണ സംസ്ഥാനത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുക. രണ്ട് മുന്നണികളോടും ജനങ്ങൾ വിപ്രതിപത്തി കാണിക്കാൻ തുടങ്ങിയിരിക്കുക. മുന്നണി നേതൃത്വത്തിൻ്റെ നിലപാടുകളെ പരസ്യമായി ചോദ്യം ചെയ്യാൻ കേരളത്തിലെ സാധാരണ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം. കഴിഞ്ഞ കുറച്ചു കാലമായി ഇരു മുന്നണികളുടെയും നിലപാടുകളോട് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളും യോജിക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് വളരെ പ്രകടമായി സംസ്ഥാനത്തെ മുന്നണികളുടെ നിലപാടുകൾ ജനങ്ങൾ തള്ളിക്കളയുന്നത് നാം കണ്ടു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷ മുന്നണിയും ഐക്യമുന്നണിയും കേരളത്തിൽ സ്വീകരിച്ചത്. സാധാരണ നിലയ്ക്ക് കേരളത്തിലെ രണ്ട് മുന്നണികളും സമാനമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതിനോട് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. എന്നാൽ കേരളത്തിലെ രണ്ട് മുന്നണികളും അതിശക്തമായ നിലപാട് അയോധ്യയുടെ കാര്യത്തിൽ സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ നിലപാടിനൊപ്പം നിന്നില്ല. പകരം നരേന്ദ്രമോദിയുടെയും BJPയുടെയും നിലപാടിനൊപ്പമാണ് നിന്നത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി സഹകരിക്കേണ്ടതില്ല, അയോധ്യയിൽ പോകാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാട് രണ്ട് മുന്നണികളും സ്വീകരിച്ചു. വളരെ ശക്തമായിട്ട് അതിനെ വിമർശിച്ചു. പ്രധാനമന്ത്രിയും BJPയും ആരാധനാലയങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പരസ്യമായി LDFും UDFും പറഞ്ഞു. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ നിലപാടല്ല ശരി, മോദിയുടെയും BJPയുടെയും നിലപാടാണ് ശരി എന്നുള്ള വിലയിരുത്തലിലാണ് എത്തിയത്. എല്ലാവരും എതിർത്തിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളെല്ലാവരും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അനുകൂലമായി രംഗത്ത് വന്നു. മാത്രമല്ല, അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനം എല്ലാ വീടുകളിലും ദീപം അലങ്കരിക്കണമെന്നുള്ള ആഹ്വാനം അവർ മുഴുവനായിട്ട് ഏറ്റെടുത്തു. LDFും UDFും എതിർത്തിട്ടും SNDP ശക്തമായ നിലപാട് സ്വീകരിച്ചു. പ്രധാനമന്ത്രി പങ്കെടുത്ത പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അവരുടെ എല്ലാ യൂണിറ്റുകളിലും അവർ പ്രത്യേകമായിട്ട് കാണാനുള്ള അവസരം അവരുണ്ടാക്കി. അന്നേ ദിവസം രാത്രി അവരുടെ എല്ലാ വീടുകളിലും അവർ ദീപം തെളിയിച്ചു. കേരളത്തിലെ പ്രബലമായിട്ടുള്ള സമുദായ സംഘടനയായിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റി പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കാനും രാത്രിയിലെ ദീപപ്രോജ്വലനത്തിന് നേതൃത്വം നൽകാനും അവരുടെ മുഴുവൻ കരയോഗങ്ങളിലും ആഹ്വാനം നൽകി അവർ പൂർണ്ണമായിട്ടും അത് നടപ്പാക്കി. വർഷങ്ങളായി കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ധീവര സഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ V. ദിനകരൻ 2 തവണ MLA ആയിരുന്ന ആളാണ്. ആ ധീവര സഭ പരസ്യമായ ആഹ്വാനം നൽകി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സഹകരിക്കാൻ ദീപപ്രോജ്വലനത്തിൽ. വിശ്വകർമ്മ സമുദായത്തിലെ നിരവധി സംഘടനകൾ പരസ്യമായി ഇരു മുന്നണികളുടെയും നിലപാട് തള്ളിക്കൊണ്ട് അയോധ്യയിലെ BJPയുടെയും മോദിയുടെയും നിലപാടിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. പട്ടികജാതി പട്ടികവർഗ സംഘടനകളും ശക്തമായ പിന്തുണ ഇക്കാര്യത്തിൽ നൽകി. മതന്യൂനപക്ഷങ്ങളുടെ സംഘടനകൾ പോലും, ചില ക്രൈസ്തവ സംഘടനകൾ പോലും പരസ്യമായി മോദിയുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നാം കണ്ടു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പലരും രാഷ്ട്രീയമായി BJPയോട് ഇക്കാലം അത്രയും യോജിച്ചിട്ടില്ലാത്ത പ്രമുഖരായിട്ടുള്ള ചലച്ചിത്ര താരങ്ങൾ,
സാംസ്കാരിക നായകന്മാർ, സാമൂഹ്യ രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, സംഘടനകൾ, ഇവരെല്ലാവരും ഈ ഒരു വിഷയത്തിൽ അതിശക്തമായ പിന്തുണ ശ്രീ നരേന്ദ്രമോദിക്കും BJPയുടെ നിലപാടിനും നൽകി എന്നുള്ളത് മുന്നണികൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇരു മുന്നണികളുടെയും തിട്ടൂരം അംഗീകരിക്കാൻ സാധാരണ ജനങ്ങൾ തയ്യാറില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നൽകുന്നത്. പൂർണ്ണമായിട്ടും തെറ്റായ ഒരു നടപടിയാണ് ഇരു മുന്നണി നേതൃത്വവും കേരളത്തിൽ സ്വീകരിച്ചത്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരങ്ങളെ ചവിട്ടി മെതിക്കുന്ന നടപടി ഇനി കേരളം അംഗീകരിക്കില്ല എന്നുള്ള താക്കീതാണ് യഥാർത്ഥത്തിൽ കേരളം കഴിഞ്ഞ 22-ാം തീയതി നൽകിയത്. ഒരു മാറ്റത്തിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇത് കാണിക്കുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർശനങ്ങളിലെല്ലാം വൻതോതിലുള്ള ജനപിന്തുണ, അദ്ദേഹത്തിൻ്റെ ഓരോ പരിപാടിയിലുമുള്ള ജനപങ്കാളിത്തം, മോദി സർക്കാരിനുള്ള ജനങ്ങളുടെ വിശ്വാസം, മോദിയുടെ ഗ്യാരണ്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും ഊട്ടി ഉറപ്പിക്കുന്നതാണ്. കേരളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാവുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നിലനിൽക്കുന്നത്. അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരാനാണ് സാധ്യത. ഇരു മുന്നണികൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും അവരുടെ രാഷ്ട്രീയമായ പ്രസക്തിയും അവരുടെ ജനപിന്തുണയിലുള്ള ചോർച്ചയും ഈ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും കൂടുതൽ ശക്തമാവും. രാഷ്ട്രീയ പ്രസക്തി അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.